Good afternoon. Good afternoon. Good afternoon. ഷെഡ്യൂള് ഓവർ അല്ലേ പറഞ്ഞത്? ഷെഡ്യൂൾ ഡ്രഗ്സിലെ ഷെഡ്യൂൾ ഓവർ അല്ലേ പറഞ്ഞത്? മറന്നുപോയോ? ആരെ പറഞ്ഞു? ഷെഡ്യൂൾ F3 പറഞ്ഞല്ലോ. F3 വരെ പറഞ്ഞോളൂ. കംപ്ലീറ്റ് ചെയ്തില്ലേ? ഷെഡ്യൂൾ ഓവർ പറഞ്ഞില്ലേ? F3 ആണോ? F3 വരെ. ഓക്കെ, ശരി. ഇനി ഷെഡ്യൂൾ FF തുടങ്ങി നോക്കാം കേട്ടോ. ഷെഡ്യൂൾ FF നോക്കൂ. This contains regulations and standards for ophthalmic ointment and solutions. ഷെഡ്യൂൾ FF എന്താണ് കണ്ടെയ്ൻ ചെയ്യുന്നത്? റെഗുലേഷൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഫോർ ഒപ്താമിക് ഓയിൽമെന്റ്സ് ആൻഡ് സൊല്യൂഷൻ. എന്താണ് ഒപ്താമിക് ഓയിൽമെന്റ് ആൻഡ് സൊല്യൂഷൻസ്? കണ്ണിനെ സംബന്ധിക്കുന്ന വിവിധ തരത്തിലുള്ള ഓയിൽമെന്റ്സും സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട റെഗുലേഷൻസ് ആണ് ഷെഡ്യൂൾ F-ൽ വരുന്നത് കേട്ടോ. ഷെഡ്യൂൾ FF-ൽ വരുന്നത് ആര് പോയത് കേട്ടോ? FF-ൽ വരുന്നത് എന്തിനെ കുറിച്ചുള്ള റെഗുലേഷൻസ് ആണ്? ഒപ്താൽമിക് ഓയിൽമെന്റ്സ് ആൻഡ് സൊല്യൂഷൻ. ഒപ്താൽമിക് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കണ്ണിനെ സംബന്ധിക്കുന്ന ഒപ്താൽമോളജി അറിയാലോ. സ്റ്റഡി ഓഫ് ഐസ്. ഓക്കെ. Then Schedule K contains various substances and drugs and their corresponding regulations. Schedule K ൽ സൂചിപ്പിക്കുന്നത് various substances and drugs, their corresponding regulations. അതായത് വിവിധ വസ്തുക്കളുടെയും മരുന്നുകളുടെയൊക്കെ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്, റെഗുലേഷൻസ് ആണ് ഷെഡ്യൂൾ കെയിൽ വരുന്നത് കേട്ടോ. വിവിധ വസ്തുക്കളുടെയും മരുന്നുകളുടെയും അവരുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഷെഡ്യൂൾ കെയിൽ ഉൾപ്പെടുന്നത്. യെസ്. Then Schedule M എന്താണ്? Contains various regulations for manufacturing premises, waste disposal and equipment. Schedule M contains various regulations for എന്തിനൊക്കെ ഉള്ളതാണ്? മാനുഫാക്ചറിംഗ്, premises, waste disposal and equipment. എന്താണ് ഷെഡ്യൂൾ M-ൽ കൈകാര്യം ചെയ്യുന്നത്? അതായത് നിർമ്മാണം അല്ലെങ്കിൽ പരിസരവുമായി ബന്ധപ്പെട്ടത് വേസ്റ്റ് ഡിസ്പോസബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ നിയന്ത്രണങ്ങളാണെന്ന് ഷെഡ്യൂൾ M-ൽ വരുന്നത്. ഓക്കെ, ഡിസ്പോസൽ ആൻഡ് എക്യുപ്മെന്റ് വേസ്റ്റസുകളുടെ റെഗുലേഷൻസ് ആണ് ഷെഡ്യൂൾ M-ൽ വരുന്നത്. ഓക്കെ, മനസ്സിലായോ? നിർമ്മാർജ്ജനം, പരിസരം, പ്രിമൈസസ് ഉദ്ദേശിക്കുന്ന പരിസരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജന വസ്തുക്കളുമായി ബന്ധപ്പെട്ട് വരുന്ന regulations. Then Schedule N. Schedule N എന്തിനെ സൂചിപ്പിക്കുന്നു? Contains various regulations and requirements for a pharmacy. Schedule N എന്താണ്? Contains various regulations and requirements for a pharmacy. എന്തിനെ സൂചിപ്പിക്കുന്നു? N. അതായത് ഒരു ഫാർമസിക്ക് വേണ്ടിയിട്ടുള്ള വിവിധ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേട്ടോ. ഒരു ഫാർമസിക്ക് വേണ്ടിയിട്ടുള്ള വിവിധ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഷെഡ്യൂൾ M-ൽ വരുന്നത്. ഓക്കെ, ക്ലിയർ? യെസ്. Then Schedule O
contains various regulations and requirements for disinfectant fluids. Schedule oil എന്താ പറയുന്നത്? Contains various regulations and requirements for disinfectant fluids. ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഷെഡ്യൂൾ ഓ. ഷെഡ്യൂൾ ഓ എന്താണ് സൂചിപ്പിക്കുന്നത്? അണുനാശിനി ഫ്ലൂയിഡ്സുകൾ, അണുനാശിനികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ ആവശ്യകതകളും നിയന്ത്രണങ്ങളുമാണ് ഷെഡ്യൂൾ ഓയിലുള്ളത്. അണുനാശിനികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ ആവശ്യകതകളും നിയന്ത്രണങ്ങളുമാണ് ഷെഡ്യൂൾ ഓയിൽ വരുന്നത് കേട്ടോ. ഓക്കെ, ഒന്നുകൂടി പറയാം. ഷെഡ്യൂൾ എഫില് ഒപ്താൽമിക് ഓയിൽമെന്റ്സ് സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്. ഷെഡ്യൂൾ കെയിൽ എന്താണ്? വിവിധ തരത്തിലുള്ള ഡ്രഗ്സ് അല്ലെ, സബ്സ്റ്റാൻസും ഡ്രഗ്സും അതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളും. ഷെഡ്യൂൾ എമ്മിൽ എന്താണ്? പ്രത്യേകിച്ച് മാലിന്യ നിർമ്മാർജ്ജന വസ്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അതിന്റെ റെഗുലേഷൻസ് ആണ് ഷെഡ്യൂൾ എമ്മിൽ വരുന്നത്. പിന്നെ ഷെഡ്യൂൾ എന്നില് various regulations and requirements for a pharmacy. ഫാർമസിക്കായിട്ടുള്ള വിവിധ നിയന്ത്രണങ്ങളും. ലാസ്റ്റ് വൺ ഷെഡ്യൂൾ ഓ എന്തിനെ കണ്ടെയ്ൻ ചെയ്യുന്നു? various regulations and requirements for disinfectant fluids. അല്ലെ, അതായത് അണുനാശികമായിട്ടുള്ള ഫ്ലൂയിഡ്സിന്റെയൊക്കെ ആവശ്യകതകളും നിർമ്മാണവുമാണ് അതിൽ ഉൾപ്പെടുന്നത് കേട്ടോ. നിയന്ത്രണങ്ങളുമാണ് ഷെഡ്യൂൾ ഓയിൽ വരുന്നത്. മനസ്സിലായോ? Then Schedule P contains regulations regarding life period and storage of various drugs. Schedule P എന്താ സൂചിപ്പിക്കുന്നത്? Contain regulations regarding life period and storage of various drugs. വിവിധ മരുന്നുകളുടെ ലൈഫും അതിന്റെ സ്റ്റോറേജ് പീരീഡുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളും റെഗുലേഷൻസ് ആണ് ഷെഡ്യൂൾ പിയിൽ വരുന്നത്. ഓക്കെ, യെസ്. ഷെഡ്യൂൾ പി P1. ഷെഡ്യൂൾ P1 കേട്ടോ. ഷെഡ്യൂൾ പി ഉണ്ട്, ഷെഡ്യൂൾ P1 ഉണ്ട്. എന്താണ് ഷെഡ്യൂൾ P1 നോക്കുന്നത്? Contains regulations regarding retail package size of various drugs. ഷെഡ്യൂൾ P1 എന്താ പറയുന്നത്? Regulations regarding retail packages size of various drugs. അതായത് വിവിധ ഡ്രഗ്സുകളുമായി ബന്ധപ്പെട്ട് അതിന്റെ പാക്കേജസും റീറ്റെയിൽ പാക്കേജസും അതിന്റെ വലിപ്പത്തിനൊക്കെ കുറിച്ചിട്ടുള്ള നിയന്ത്രണങ്ങളാണ് എന്തില്? ഷെഡ്യൂൾ P1 വരുന്നത് കേട്ടോ. റെഗുലേഷൻ റിഗാർഡിംഗ് റീറ്റെയിൽ പാക്കേജസിന്റെ സൈസസുകളും ഒരു വേരിയസ് ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള റീറ്റെയിൽ പാക്കേജ് സൈസസുകളാണ് അതിൽ ഉൾപ്പെടുന്നത് ഷെഡ്യൂൾ P1. ഓക്കെ, then schedule Q. List of permitted dyes and pigments in soap and cosmetics. Schedule Q എന്തിനെ സൂചിപ്പിക്കുന്നു? Contains list of permitted dyes and pigments in soap and cosmetics. എന്താണ്? പ്രോഡക്ട്സ്, അതായത് കോസ്മെറ്റിക് പ്രൊഡക്ട്സിലും അല്ലെങ്കിൽ നമ്മുടെ സോപ്പുകളിലൊക്കെ ഉപയോഗിക്കുന്ന അനുവദനീയമായിട്ടുള്ള ചായങ്ങൾ അല്ലെ, പിഗ്മെന്റ്സുകളും അല്ലെങ്കിൽ ഡൈസ് ഒക്കെ ഇല്ലേ, അതുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങളാണ് എന്തിൽ വരുന്നത്? ഷെഡ്യൂൾ Qയിൽ വരുന്നത് കേട്ടോ. അതായത് കോസ്മെറ്റിക് പ്രൊഡക്ട്സിലും സോപ്പുകളിലും അനുവദനീയമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചായങ്ങളുടെയും പിഗ്മെന്റ്സിന്റെയൊക്കെ നിയന്ത്രണമാണ് ഷെഡ്യൂൾ Qയിൽ വരുന്നത്. ഓക്കെ, ഷെഡ്യൂൾ R എന്താണ് സൂചിപ്പിക്കുന്നത്? Contains various regulations and requirements for condoms and mechanical contraceptives. ഷെഡ്യൂൾ R എന്തിനെ സൂചിപ്പിക്കുന്നു? Various regulations and requirements for condoms and mechanical contraceptives. അറിയാലോ നമുക്ക് നമ്മുടെ കോണ്ടംസുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ഗർഭനിരോധന മാർഗങ്ങളുടെ നിയന്ത്രണത്തിലെ കുറിച്ചിട്ടുള്ള റെഗുലേഷൻസ് ആണ്. റെഗുലേഷൻസ് ഷെഡ്യൂള് എന്തിനെ സൂചിപ്പിക്കുന്നത്? R സൂചിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, then schedules S list various cosmetics and toiletries and directs the manufacturers of cosmetic to conform to the latest Bureau of Indian Standard requirements. Schedule S എന്ന് പറയുന്നത് Schedule S എന്താണ്? List of various cosmetics and toiletries. എന്താണ് toiletries? മെറ്റീരിയൽസ് ആണ്. കോസ്മെറ്റിക് പ്രൊഡക്ട്സിലും ടോയ്ലറ്ററി ഫെസിലിറ്റീസ് മെറ്റീരിയൽസും ഇല്ലേ? ഓക്കെ, അതിന്റെ മാനുഫാക്ചറിങ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന് കൺഫർമേഷൻ കൊടുക്കുന്നത്
ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് റിക്വയർമെന്റ്സ് ആണ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ നമ്മൾ BIS എന്ന് പറയുന്നത് കേട്ടോ. അതിനെ ഷോർട്ട് ആയിട്ട് പറയുന്നതാണ് നമ്മള് BIS. അവിടെ എഴുതി വെച്ചേക്കട്ടോ. BIS, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് റിക്വയർമെന്റ്സ്. അതായത് കോസ്മെറ്റിക്സിനും ടോയ്ലറ്ററി മെറ്റീരിയൽസിനൊക്കെ ഉള്ള അനുമതി, അതിന്റെയൊക്കെ മാനദണ്ഡങ്ങൾ വികസിപ്പിക്കുന്നതും നടപ്പിലാക്കുന്നതിനുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനമാണ് എന്താ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് റിക്വയർമെന്റ്സ്. അപ്പോൾ ഈ BIS ആണ് ഇത്തരം മെറ്റീരിയൽസിനുള്ള അനുമതി നൽകുന്നത്. മാനുഫാക്ചർ ചെയ്യാനും അത് ഉത്പാദിപ്പിക്കാനൊക്കെ ഉള്ള അനുമതി കൊടുക്കുന്നത് BIS ആണ്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് കേട്ടോ. ഓക്കെ, ഷെഡ്യൂൾ എസ് ഒന്ന് നോട്ട് ചെയ്തിട്ടേ ടിക്ക് ചെയ്ത് കേട്ടോ. ഷെഡ്യൂൾ എസ്. Then Schedule T contain various regulations and requirements for manufacture of Ayurvedic, Siddha and Unani products. T എന്തിനൊക്കെയുള്ള റെഗുലേഷൻസ് ആണ്? ആയുർവേദിക്കും സിദ്ധ യുനാനി പ്രൊഡക്ട്സുകളൊക്കെ അതിന്റെ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഷെഡ്യൂൾ ആണ് ഷെഡ്യൂൾ ടി എന്ന് പറയുന്നത്. ആയുർവേദിക്, സിദ്ധ ആൻഡ് യുനാനി പ്രൊഡക്ട്സുമായി ബന്ധപ്പെട്ട് വരുന്ന റിക്വയർമെന്റ്സും റെഗുലേഷൻസ് ആണ് ഷെഡ്യൂൾ ടിയിൽ വരുന്നത്. കേട്ടിരിക്കുന്നുണ്ടോ എല്ലാവരും? ക്ലാസ്സിലുണ്ടോ? Then Schedule U contains various regulations and requirements for a record keeping. Schedule U എന്താണ്? Various regulations and requirements for a record keeping. ട്രക്സിന്റെ റെക്കോർഡ്സുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്താ ഷെഡ്യൂൾ യുയിൽ വരുന്നത് കേട്ടോ. Yes. Then Schedule V contains standard for drug patents. ഡ്രഗിന്റെ പേറ്റൻസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ കരാറുകളും അനുമതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഷെഡ്യൂൾ ബിയിൽ വരുന്നത്. പേറ്റന്റ് ഡ്രഗ്സിന്റെ സ്റ്റാൻഡേർഡ്സ് ആണ് അതിൽ വരുന്നത് കേട്ടോ ഷെഡ്യൂൾ ബിയിൽ. ഷെഡ്യൂൾ W contains generic drug list. ഓർക്കാട്ടോ, ടിക്ക് ചെയ്യാം. ജനറിക് W. ഷെഡ്യൂൾ Wയിലാണ് എന്ത് വരുന്നത്? ജനറിക് ഡ്രഗിന്റെ റെഗുലേഷൻസും റൂൾസും വരുന്നത് ഷെഡ്യൂൾ Wയിലാണ്. ഓർക്കാം. ഓക്കെ. Then Schedule Y. മരുന്നുകളുടെ പേറ്റന്റുമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏതിലാണ് വരുന്നത്? ഷെഡ്യൂൾ വിയിലോ. ജനറിക് ഡ്രഗ്സിന്റെ ലിസ്റ്റുകൾ വരുന്നത് ഷെഡ്യൂൾ Wയിലാണ് കേട്ടോ. Then Schedule Y contain requirements and guidelines for clinical trials. Contains requirements and guidelines for clinical trials. അതായത് ക്ലിനിക്കൽ ആയിട്ടുള്ള പരീക്ഷണങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ ഏതിലാണ് ഉൾപ്പെടുന്നത്? ഷെഡ്യൂൾ വൈയിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഷെഡ്യൂൾ വൈയിൽ എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്? ഗൈഡ് ലൈൻ ഫോർ ക്ലിനിക്കൽ ട്രയൽസുകൾ, അതായത് ക്ലിനിക്കൽ ആയിട്ടുള്ള പരീക്ഷണങ്ങൾ, ട്രയൽസ് ഒക്കെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളാണ് അതിൽ വരുന്നത്. ഷെഡ്യൂൾ പി ആണ്. താൻ എവിടെ പോയിടോ? ഷെഡ്യൂൾ പി പറഞ്ഞപ്പോ റീറ്റെയിൽ പാക്കേജ് സൈസ് ഓഫ് വേരിയസ് ഡ്രഗ്സ്. അതായത് ഓരോ പാക്കേജ് റീറ്റെയിൽ ആയിട്ടുള്ള പാക്കേജസിന്റെ സൈസസ്, അതിന്റെ വലിപ്പവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് വിവിധ ഡ്രഗ്സിന്റെ റീറ്റെയിൽ സൈസുമായി അതിന്റെ വലിപ്പവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാനദണ്ഡങ്ങളും നിയന്ത്രണങ്ങളുമാണ് ഷെഡ്യൂൾ P1-ലുള്ളത്. ഓക്കെ, മനസ്സിലായോ? Then Schedule Z. ഷെഡ്യൂൾ സെറ്റ് എന്തിനെ സൂചിപ്പിക്കുന്നു? ലിസ്റ്റ് അപ്രൂവ്ഡ് ഡ്രഗ്സ് ഫോർ വെറ്റിനറി യൂസ്. എന്താണ് ലിസ്റ്റ് അപ്രൂവ്ഡ് ഡ്രഗ്സ് ഫോർ വെറ്റിനറി യൂസ്? വെറ്റിനറി എന്താണ്? വെറ്റിനറി ഏത് വിഭാഗമാണ്? വെറ്റിനറി എക്സ് ആണ് ടീച്ചർ പറഞ്ഞത്. സോറി, സെറ്റ് ആണ് കേട്ടോ. വൈ സെറ്റ്. നിങ്ങളുടെ എക്സ് കിടപ്പുണ്ടോ? ഷെഡ്യൂൾ എക്സ് കിടപ്പുണ്ടോ നിങ്ങളുടെ? ഇല്ല, അപ്പൊ ഇല്ല കേട്ടോ. ഓക്കെ, ഷെഡ്യൂൾ സെറ്റ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഷെഡ്യൂൾ സെറ്റ് ലിസ്റ്റ് അപ്രൂവ്ഡ് ഡ്രഗ്സ് ഫോർ വെറ്റിനറി യൂസ്. വെറ്റിനറി യൂസ് എന്താണ്? വെറ്റിനറി എന്താണ്? വെറ്റിനറി സർവീസസ് എന്താ?
നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടോ ഇല്ല എന്നൊരു ഡൗട്ട് തോന്നിയിട്ടാണ്. ഇതിലില്ല, ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല കേട്ടോ. ഷെഡ്യൂൾ വൈയും ഷെഡ്യൂൾ എക്സും ആണ് വന്നിരിക്കുന്നത്, സെറ്റും ആണ് വന്നിരിക്കുന്നത് കേട്ടോ. യെസ്, മൃഗപരിപാലനവുമായി ബന്ധപ്പെട്ട അല്ലെ, വെറ്റിനറി യൂസസുമായിട്ടുള്ള ലിസ്റ്റ്, ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്തിൽ വരുന്നത്, ഷെഡ്യൂൾ സെറ്റിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഷെഡ്യൂൾ ഡ്രഗ്സുകൾ നിങ്ങൾ എല്ലാം പഠിക്കണം. ഇമ്പോർട്ടൻസ് എന്ന് പറയാനില്ല, നമുക്ക് ഏതിന്ന് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ഓരോ ഷെഡ്യൂൾ ഡ്രഗ്സും നമ്മൾ പഠിച്ചിരിക്കും. നമ്മൾ ആദ്യത്തെ ആ 4 പറഞ്ഞില്ലേ, ഫസ്റ്റ് എച്ചും ജിയും, എച്ചിന് ബിയിലും എക്സിൽ വരില്ല പഠിച്ചത്. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടോ, നിങ്ങള് പഠിക്കാറില്ലല്ലേ എടുക്കുന്ന ഭാഗങ്ങള്. എന്താണെന്നറിയോ ചോദിച്ചത്? ഷെഡ്യൂൾ എക്സ് നമ്മള് പഠിച്ചു, നേരത്തെ പഠിച്ചു ഷെഡ്യൂൾ എക്സ്. ഞാൻ വിട്ടുപോയ പറയാം കേട്ടാ. എപ്പോ പഠിച്ചു? ഇത് നോക്കിയേ, കണ്ടോ ഷെഡ്യൂൾ എക്സ് എന്തിനുള്ള റെഗുലേഷൻസ് ആണ് ഷെഡ്യൂൾ എക്സ്? പഠിച്ചു ഓർമ്മയുണ്ടോ? റീറ്റെയിലേഴ്സ് പ്രിസ്ക്രിപ്ഷന്റെ 2 കോപ്പിയൊക്കെ, ഒരു കോപ്പി 2 വർഷമെങ്കിലും സൂക്ഷിച്ചേക്കണമെന്നൊക്കെ പഠിച്ചു ഓർക്കുന്നുണ്ടോ? നമ്മുടെ എച്ചിലുള്ള അതേ റെഗുലേഷൻസ് തന്നെയാണ് ഷെഡ്യൂൾ എക്സിലുള്ളത്. ഞാൻ ഇല്ലാന്ന് പറഞ്ഞപ്പോ അതങ്ങ് വിശ്വസിച്ചു, എക്സ് ഇല്ലാന്ന് പറഞ്ഞപ്പോ അതങ്ങ് വിശ്വസിച്ചു. പഠിക്കണം കേട്ടോ. ഇത് നമ്മൾ ഇച്ചിരി ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട ഒരു ചാപ്റ്റർ ആണ്. മറ്റു ചാപ്റ്ററിനെ പോലെയല്ല, ഡ്രഗ്സിനെ കുറിച്ച് പഠിക്കുന്നതാണ്. നമുക്ക് എവിടെയെങ്കിലും പറയുമ്പോഴെങ്കിലും തെറ്റിച്ച് പറയാനും പറ്റില്ല. ഓക്കെ, തെറ്റായിട്ട് പറയാനും പാടില്ല. നമ്മള് സെറ്റ് മിക്ക ആൽഫബറ്റ്സിലുള്ള എല്ലാ ഷെഡ്യൂൾസുകളും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഓരോന്നിന്റെ കീഴിൽ എന്ത് വരുന്നുണ്ട്? കുഴപ്പമില്ല ശ്രീലക്ഷ്മി പറഞ്ഞോളൂ കേട്ടോ. ആരെങ്കിലും ഒരാൾ പറയുമെന്ന് വിചാരിച്ചു ഞാൻ. എക്സ് നമ്മൾ പഠിച്ചല്ലേ ടീച്ചർ നോക്കിയിട്ടില്ല, നോക്കണോണ്ട് ഇതൊക്കെ മറന്നു. എക്സാമിന് എല്ലാം കൂടി ഇന്ന് പഠിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഷെഡ്യൂൾ ഡ്രഗ്സുകൾ ഏതൊക്കെ കാറ്റഗറീസ് ആണ് പഠിച്ചു. ഓരോ ലെറ്റേഴ്സിന്റെ കീഴിലും 1, 2, 3 എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അത് നിങ്ങളൊന്ന് സ്പെഷ്യൽ ആയിട്ട് പഠിക്കണം കേട്ടോ. അങ്ങനെ വരുന്ന ഡ്രഗ്സുകൾ. അപ്പൊ പിയുടെ കീഴിൽ P1 മാത്രമേ ഉള്ളൂ, അത് കുഴപ്പമില്ല. എഫിന്റെ കീഴിൽ എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? F1, F2, F3, FF വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളതിൽ ഏതൊക്കെ പഠിക്കും? ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷെ നിങ്ങൾ പഠിച്ചാൽ മതിയാവും കേട്ടോ. എന്തായാലും പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇതിന്റെ സ്റ്റോറേജസുമായി ബന്ധപ്പെട്ട കാര്യം. അതായത് ഡ്രഗ് സ്റ്റോറേജുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് അതിന്റെ സ്റ്റോറേജ് പ്രിപ്പറേഷൻസ്. നമ്മൾ എല്ലാ മരുന്നുകളും ഒരേപോലെ ഒരേ കൗണ്ടറിലാണ് വെക്കുന്നത്. എല്ലാ മരുന്നുകളും നമ്മള് ഒരേ കൗണ്ടറിലാണോ? ഇവിടെ നോക്കി, ഇവിടെ 3 കൗണ്ടേഴ്സ് കാണുന്നുണ്ട് അല്ലെ, 3 കൗണ്ടറുകൾ കാണുന്നുണ്ട്. 3ലും വ്യത്യസ്തമായിട്ട് ഉൽപ്പന്നങ്ങളാണ് ഇരിക്കുന്നത്, വ്യത്യസ്ത ഡ്രഗ്സുകളാണ് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഡ്രഗ്സുകള് അതിന്റെ ആ ഒരു ക്വാണ്ടിറ്റി, അതിന്റെ ആ മെറ്റീരിയൽസിന്റെ ആ ഒരു ഫീച്ചേഴ്സ് നോക്കിയിട്ടാണ് നമ്മൾ അതിനെ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്, എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് അല്ലെ. Where you store your medicine can affect how well it works. നമ്മളിപ്പോ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ആന്റിബയോട്ടിക്സ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും അത് ഫ്രിഡ്ജിൽ വെക്കാറുണ്ടാവും അല്ലെ. ഫ്രിഡ്ജിൽ വെക്കാറുണ്ടോ ചില ആന്റിബയോട്ടിക്സുകൾ? വെക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ വെക്കുന്നത്? എന്തിനാണ്? വാക്സിൻസ് ഒക്കെ നമ്മൾ വെക്കാറുണ്ട്. ഇതിൽ ഫ്ലൂയിഡ് ആയിട്ടുള്ള മരുന്നുകൾ നമ്മൾ വെക്കാറുണ്ട് അല്ലെ. യെസ്, എന്തുകൊണ്ടാണ്? അത്ര മെഡിസിൻസിന് അത്ര ആ ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആ റെഫ്രിജറേറ്റർ കണ്ടന്റ് ആവശ്യമാണ് അല്ലെ. യെസ്, ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരം മെഡിക്കേഷൻസ് വെക്കുന്നത്, ടെമ്പറേച്ചർ വേഗമായിട്ട് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അതാണ് നോക്കുന്നത്. സ്റ്റോറേജ് പ്രിപ്പറേഷൻ ഓഫ് ഡ്രഗ്സ് എങ്ങനെയാണെന്നാണ് പഠിക്കുന്നത്. Where you store your medicine can affect how well it works. Learn about storing your medicine properly to prevent it from getting damaged. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ മെഡിസിൻസും അതിൻ്റെതായിട്ടുള്ള അതിന്റെ പ്രവർത്തനങ്ങളുണ്ട് അല്ലെ. അതായത് നമ്മൾ ഓരോ മരുന്നുകളും അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള പ്ലേസിൽ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം എന്തിനു വേണ്ടിയിട്ടാണ്? അത്
പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അത് ഡാമേജ് ആവാനായിട്ട് കാരണമായിരിക്കും. അത് കേടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകമായിട്ടുള്ള പ്ലേസസിൽ അതിനെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ശരിയായി സൂക്ഷിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പല രീതിയിൽ ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡ്രഗ്സിന്റെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? All drugs and non-RX drugs must be locked. All drugs and non-RX drugs must be locked. എന്താ പറയുന്നത്? Non-RX drugs. RX നമ്മൾ പഠിച്ചു. RX എന്താണ് നമ്മൾ പഠിച്ചത്? RX. RX drugs എങ്ങനെയാണ്? RXന്റെ ഫുൾ നെയിം എന്താ? നല്ല ടീച്ചോട്ടോ, ടീച്ചർ പിള്ളേരായിട്ട് കാര്യം പഠിക്കുന്നില്ല. RX എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചില്ല പിള്ളേരെ, പ്രിസ്ക്രിപ്ഷൻ ഉള്ളത്. അപ്പൊ നോൺ RX എന്തായിരിക്കും? നോൺ RX ഡ്രഗ്സ് എന്ന് പറയുമ്പോ വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ അല്ലെ, പ്രിസ്ക്രിപ്ഷൻ ഇല്ലാത്ത ടൈപ്സുകൾ. അപ്പൊ അത്തരം പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ സ്റ്റോറേജ് എങ്ങനെയായിരിക്കും വരുന്നത്? ഷെഡ്യൂൾ ഡ്രഗ്സ് ഡബിൾ ലോക്ക്ഡ്, സ്റ്റാൻഡേർഡ് ഓഫ് പ്രാക്ടീസ്, ഓൾ കൺട്രോൾസ് ഡബിൾ ലോക്ക്ഡ്. അതായത് ഈ നോൺ RX ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ കാറ്റഗറീസ് ഒക്കെയാണ്. പെയിൻ റിലേവേഴ്സ് വരാം, പിന്നെ അലർജിക് ആയിട്ടുള്ള മെഡിസിൻസ്, പിന്നെ നമ്മളുടെ അലർജിക് മെഡിസിൻസ്, അതുപോലെ തന്നെ എന്താണ് ഈ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള എയ്ഡ്സുകള്, അതർ കാറ്റഗറീസ്. അത്തരം കാര്യങ്ങളാണ് നോൺ RX ഡ്രഗ്സ് കാറ്റഗറിയിൽ വരുന്നത്. അതൊക്കെയാണ് പെയിൻ റിലീവേഴ്സ് വരാം, അതേപോലെ നമ്മുടെ അലർജി മെഡിസിൻസ് ഒക്കെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ആ ഒരു ഷെഡ്യൂൾ ഡ്രഗ്സുകൾ നമ്മൾ ലോക്ക് ചെയ്തിട്ടായിരിക്കും, പ്രത്യേകിച്ച് അതിന്റെ നിയന്ത്രണങ്ങൾക്ക് അനുസൃതമായിട്ട് ലോക്ക്ഡ് ആയിട്ടുള്ളൂ, നിർബന്ധമായിട്ട് ലോക്ക് ചെയ്ത് വെക്കുന്ന മരുന്നുകളാണ്. ഓക്കെ, യെസ്. ഇതിന്റെ കീ, ലോക്ക് ചെയ്തിരിക്കുന്ന കീ ആരുടെ കയ്യിലായിരിക്കും ഉണ്ടായിരിക്കുക? ആരുടെ കയ്യിലായിരിക്കും? കീ വിത്ത് ദ ചാർജ് നേഴ്സ് അല്ലെ, ഇൻചാർജുള്ള നേഴ്സിന്റെ കീഴിലായിരിക്കുള്ളൂ. ഇൻചാർജ് നേഴ്സ് അവിടെ എഴുതിക്കോളൂ കേട്ടോ, ഇൻചാർജ്. ഇവിടെ ഇന്നില്ല, നിങ്ങൾ അത് എഴുതിക്കോളൂ. കീ വിത്ത് ദ ഇൻചാർജ് നേഴ്സ്. അപ്പൊ ഇങ്ങനെ നോൺ RX ഡ്രഗ്സിന്റെ നിയന്ത്രണങ്ങൾ ലോക്ക്ഡ് ആയിരിക്കുള്ളൂ. അത് ആരുടെ കയ്യിലായിരിക്കുള്ളൂ? അതിന്റെ ലോക്ക് വരുന്നത് ഇൻചാർജുള്ള നേഴ്സിന്റെ കീഴിലായിരിക്കുള്ളൂ വരുന്നേക്ക. ഓക്കെ, then no aids. CNAS, no aids in bedroom unless nurse present. എന്താണോ അത് എഴുതിയിരിക്കുന്നതിൽ മനസ്സിലായോ? CNAS എന്താണ്? No aids in bedroom unless nurse present. എന്താ പറയുന്നത്? CNAS എന്താണ്? എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ CNAS? എഴുതിക്കോളൂ. സർട്ടിഫൈഡ് എഴുതാട്ടോ, സർട്ടിഫൈഡ് നഴ്സ് എയ്ഡ് സ്പെഷ്യലിസ്റ്റ്. സർട്ടിഫൈഡ് സി എന്തിനെ സൂചിപ്പിക്കുന്നു? സർട്ടിഫൈഡ് നഴ്സ് എയ്ഡ് എയ്ഡ് സ്പെഷ്യലിസ്റ്റ്. സർട്ടിഫൈഡ് nurse aid specialist. അപ്പൊ ഇവിടെ നേഴ്സിന്റെ പ്രസന്റ് ഇല്ലെങ്കിൽ, ഒരു നഴ്സിന്റെ ഇൻചാർജ് ഇല്ലെങ്കിൽ ഇവിടെ ആരായിരിക്കും ഉണ്ടായിരിക്കുക? No aids in bedroom unless nurse is present. നിങ്ങളുടെ ടെസ്റ്റിൽ എങ്ങനെ തന്നെയാണോ കിടക്കുന്നത്? വേറെ ഏതെങ്കിലും രണ്ട് സെന്റൻസ് അവിടെ വന്നിട്ടുണ്ടോ? നോക്കിയേ പിള്ളേരെ, വേറെ എക്സ്ട്രാ സെന്റൻസ് രണ്ടെണ്ണം ഉണ്ടോ PDF ഇല്ലാത്തത്? ഇല്ല. ആ സെന്റൻസ് അത് അവിടെ നിൽക്കട്ടെ കേട്ടോ, കാരണം അതൊന്ന് കറക്റ്റ് ചെയ്ത് തരാം. ഇപ്പൊ ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലേ, അത് കറക്റ്റ് ചെയ്ത് തരാം കേട്ടോ. ആ പോയിന്റ് ഒന്ന് നിങ്ങളൊന്ന് റൗണ്ട് ചെയ്തിട്ടേ, പോയിന്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ടോ.
CNAS കഴിഞ്ഞിട്ട് ഒരു 2-3 സെന്റൻസ് ഞങ്ങളുടെ കയ്യിലുള്ള ടെസ്റ്റ് വന്നിട്ടുണ്ട്, അതിൽ ഇല്ല. അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് ടീച്ചർ പറഞ്ഞുതരാം അടുത്ത ക്ലാസ്സിൽ. ആ പോയിന്റ് റൗണ്ട് ചെയ്തത്. നെക്സ്റ്റ് നോക്കൂ, ഡി നോക്കൂ. സി റൗണ്ട് ചെയ്യാ, ഡി നോക്കട്ടോ. ഡ്രഗ്സ് കാർഡ് ഷുഡ് നോട്ട് ബി സ്റ്റോർഡ് ഇൻ ദ ഹാൾ. ഡ്രഗ്സ് കാർഡ് ഷുഡ് നോട്ട് ബി സ്റ്റോർഡ് ഇൻ ദ ഹാൾ. അതായത് ഇവിടെ നമ്മുടെ ഡ്രഗ്സ് കാർഡിൽ ഡ്രഗ്സ് കൊണ്ടുപോകുന്ന കാർഡ്സുകൾ ഒരിക്കലും എന്താണ് എവിടെ ഇടരുതെന്നാണ്, എവിടെ സ്റ്റോർ ചെയ്തിരുന്നാണ് പറയുന്നത്. ഒരിക്കലും നമ്മളൊരു ഹാൾ സ്പേസിൽ അല്ലെ, ഒരു കോമൺ ആയിട്ടുള്ള ഹാൾ സ്പേസിൽ ഒരിക്കലും ഈ ഡ്രഗ്സ് കൊണ്ടുപോകുന്ന കാർഡ്സുകൾ, പ്രത്യേകിച്ച് നോൺ RX ഡ്രഗ്സ് ഉള്ള മരുന്നുകളൊന്നും തന്നെ നമ്മളൊരു ഹാളിൽ, ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്പേസസിൽ ഇടരുതെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഡ്രഗ്സ് കാർഡ്സുകൾ, ഡ്രഗ്സ് കൊണ്ടുപോകുന്ന കാർഡ്സുകൾ അതൊരു ഓപ്പൺ സ്പേസിലോ ഹാളിലോ നമ്മൾ ഇടാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, എപ്പോഴും അത് എങ്ങനെയായിരിക്കണം, ലോക്കബിൾ ആയിരിക്കണം. അത് ഒരു നഴ്സിന്റെ കീഴിലായിരിക്കും, പ്രത്യേകിച്ച് ഒരു ഇൻചാർജ് നഴ്സസിന്റെ കീഴിലായിരിക്കും അതിന്റെ കീ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായോ? ഓൾ ഡ്രഗ്സ്, നോൺ ഡ്രഗ്സ് എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നത് എന്നുള്ളത്. Then external drugs separate from internal drugs. External drugs separate from internal drugs. External drugsകളും internal drugsും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകണോ? ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുമോ? ഒരുമിച്ച് ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം എന്താണ് എക്സ്റ്റേണൽ ഡ്രഗ്സ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഡ്രഗ്സ് എന്താണ്? എക്സ്റ്റേണൽ ഡ്രഗ്സുകള് നമ്മുടെ ക്രീംസ്, ലോഷൻസ്, ഓയിൽമെന്റ്സ്, സ്പ്രേസ് ഒക്കെയാണ് എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സുകൾ അല്ലെ, ശരീരത്തിന് പുറമെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇന്റേണൽ ഡ്രഗ്സോ? ഇന്റേണൽ ഡ്രഗ്സ് പറയും. ഇന്റേണൽ ഡ്രഗ്സ് എന്താണ് പിള്ളേരെ? എക്സ്റ്റേണൽ ഡ്രഗ്സ് ടീച്ചർ പറഞ്ഞു. അപ്പൊ ഇന്റേണൽ ഡ്രഗ്സ് എന്താണ്? നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുന്ന ഇഞ്ചക്ഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കുന്ന മെഡിസിൻസ് അല്ലെ. എക്സ്റ്റേണൽ എന്ന് പറയുന്നത് നമ്മുടെ ഓയിൽമെന്റ്സ്, സ്പ്രേസ്, പിന്നെന്താണ് സിറംസ് വരും, ക്രീംസ്, ഓയിൽമെന്റ്സ് ഒക്കെയാണ് വരുന്നത്. ഓക്കെ, മറ്റേത് എന്താണ്? ടാബ്ലറ്റ്സ് വരും, ഇഞ്ചക്ഷൻസ് വരും, ഓറൽ സസ്പെൻഷൻസ് ഒക്കെ അതിൽ ഉൾപ്പെടും അല്ലെ. ഇൻടേക്ക് ഓറലി, വെരി ഗുഡ്. ഇനി അതിന്റെ അപ്പൊ എക്സ്റ്റേണൽ ഡ്രഗ്സും ഇന്റേണൽ ഡ്രഗ്സും നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. എങ്ങനെയാണ്? സെപ്പറേറ്റ് ക്യാബിനറ്റ് വേഴ്സസ് സെപ്പറേറ്റ് ഷെൽഫ്, ബോത്ത് ആക്സെപ്റ്റബിൾ ബേസ്ഡ് ഓൺ ഫെസിലിറ്റി പോളിസി. നമ്മൾ എക്സ്റ്റേണൽ ഡ്രഗ്സിന് എന്താണ് ഒരു ക്യാബിനറ്റും ഇന്റേണൽ ഡ്രഗ്സിന് എന്താണ് മറ്റൊരു ക്യാബിനറ്റ്. അങ്ങനെ ആ ഫെസിലിറ്റി പോളിസിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്ത് മാറ്റി നിർത്തേണ്ടത്. ഓക്കെ, സെപ്പറേറ്റ് ചെയ്യാത്രേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് പോയിസൺസ് ഇൻ സെപ്പറേറ്റഡ് ആൻഡ് ഡിസ്റ്റിങ്ക്ട് ഏരിയ. പോയിസൺസ്, വിഷപദാർത്ഥം പോലുള്ള ഡ്രഗ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ് പ്രത്യേകമായിട്ടൊരു സെപ്പറേറ്റഡ് ഏരിയയിലായിരിക്കണം നമ്മളത് സൂക്ഷിക്കേണ്ടത്. പിന്നെ ക്യാബിനറ്റ്സ് ക്ലിയർലി ലേബിൾ. ക്യാബിനറ്റ് എപ്പോഴും എങ്ങനെയായിരിക്കണം? ക്ലിയർ ആയിട്ട് അത് ലേബിൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏത് മെറ്റീരിയൽ, ഏത് മെഡിസിൻ ആണ്, ഏത് ഡ്രഗ് ആണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ലേബിൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ദെൻ മെഡ് കാർഡ്സ്, എക്സ്റ്റേണൽ ഏരിയ ആൻഡ് ഇന്റേണൽ ഏരിയ. മെഡ് കാർഡ്സ്, മെഡിസിനൽ കാർഡ്സുകൾ എക്സ്റ്റേണൽ ഏരിയാസിൽ ഉണ്ടായിരിക്കണം, ഇന്റേണൽ ഏരിയാസിൽ. അതായത് ഈ മെഡിസിൻസിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് ഇത് കൂടിച്ചേർന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടിനും രണ്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള മെഡ് കാർഡ്സുകൾ നമ്മൾ പറയുന്നത്. എക്സ്റ്റേണൽ ഏരിയയിലും മെഡ് കാർഡ്സുകൾ ഉണ്ടായിരിക്കണം, ഇന്റേണൽ ഏരിയാസിലും മെഡ് കാർഡ്സുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, മെഡ് കാർഡ്സ് അല്ലെങ്കിൽ ഡ്രഗ് കാർഡ്സുകൾ തന്നെ കേട്ടോ. മനസ്സിലായോ? എക്സ്റ്റേണൽ ഡ്രഗ്സ് എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? സെപ്പറേറ്റ് ക്യാബിനറ്റ്സിൽ സൂക്ഷിക്കുന്നു. പോയിസൺ ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഡ്രഗ്സുകൾ നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് നീക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ക്യാബിനറ്റിലും ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓരോന്നിലും എക്സ്റ്റേണൽ ഏരിയ, ഇന്റേണൽ ഏരിയയിലും മെഡ് കാർഡ്സുകൾ. ഇനി റെഫ്രിജറേറ്റഡ് ഡ്രഗ്സ് നോക്കാം. റെഫ്രിജറേറ്റഡ് ഡ്രഗ്സ് പ്രത്യേകത എന്തൊക്കെയാണ്? അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് നമ്മള്? ജനറൽ യൂസ് വേഴ്സസ് മെഡിക്കേഷൻ റെഫ്രിജറേറ്റർ അല്ലെ. നമ്മുടെ ജനറൽ മെഡിസിൻസിന്റെ യൂസ് പോലെയല്ല മെഡിക്കേഷൻസ് വരുന്നത് അല്ലെ. എന്താണ്? കൂൾ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുന്ന മെറ്റീരിയൽ ഡ്രഗ്സുകളായിരിക്കും. മെറ്റീരിയൽസ് പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ മെറ്റീരിയൽസ് മാനേജ്മെന്റ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വായന തന്നെ പോകുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇടയ്ക്ക് മെറ്റീരിയൽസ് കയറി വരാനായിട്ട് നമുക്ക് വിചാരിക്കല്ലേ. ഓക്കെ, അപ്പൊ ചില കൂൾ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കേണ്ട നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞ നമ്മൾ ആന്റിബയോട്ടിക്സിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ വാക്സിൻസ് ഒക്കെ നമ്മൾ എന്താണ് കൂൾ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. Having thermometer 36 to 46 degree Fahrenheit, USP standard for drug storage.
അപ്പൊ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് ഒരു മിനിമം 36 to 46 ഫാരൻഹീറ്റ്, അതായത് USP സ്റ്റാൻഡേർഡ് ഡ്രഗ്സിന്റെ സ്റ്റോറേജ് പ്രകാരം. USP എന്ന് പറയുന്നത് എന്താണ്? യുണൈറ്റഡ് സ്റ്റേറ്റ് ഫാർമസോഫിയ കേട്ടോ, യുണൈറ്റഡ് സ്റ്റേറ്റ് ഫാർമസോഫിയ എന്ന് പറഞ്ഞ കേട്ടോ. അത് പ്രകാരം എത്ര ടെമ്പറേച്ചർ ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കണം വേണ്ടത്? 36 to 46 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കുള്ളൂ ഒരു തെർമോമീറ്റർ വരുന്ന മിനിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. USP സ്റ്റാൻഡേർഡിന്റെ ഡ്രഗ് സ്റ്റോറേജ് പറയുന്നത് പറഞ്ഞാൽ സ്പെല്ലിംഗ് വേണോ? യുണൈറ്റഡ് സ്റ്റേറ്റ് അറിയാലോ, യുണൈറ്റഡ് സ്റ്റേറ്റ് ഫാർമസോഫിയ, PHR ഫാർമ സോഫിയ, COPEIA, COPEIA. Okay. Yes. Then, okay. ഇനി റെഫ്രിജറേറ്റർ ഡ്രഗ്സിൽ എന്താണ്? ടെമ്പറേച്ചർ ലോഗ് ഉണ്ടായിരിക്കും. അതായത് ഏതൊക്കെ ടെമ്പറേച്ചർ ലോഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഓരോ സ്റ്റോറേജ് യൂണിറ്റിൽ എന്തൊക്കെ തരത്തില് എന്താ പറയുന്നത്, ഒരു കാര്യം വിട്ടുപോയി. നമ്മൾ USP പറഞ്ഞപ്പോ USP എന്ന് പറയുന്നത് എന്തിനെയൊക്കെ സൂചിപ്പിക്കും? നമ്മുടെ മെഡിക്കേഷൻസ്, നമ്മുടെ ഡ്രഗ്സുകളുടെ ക്ലാരിറ്റി, അതിന്റെ പ്യൂരിറ്റി അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റിയും സ്ട്രെങ്ത് ഒക്കെ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് USPയുടെ നിർദ്ദേശങ്ങൾ, മാനദണ്ഡങ്ങൾ നമ്മൾ നോക്കുന്നത് കേട്ടോ. USP എന്ന് പറയുമ്പോൾ എന്താണ്? മെഡിസിൻസിന്റെ പ്യൂരിറ്റി നോക്കുന്നത്, സ്റ്റാൻഡേർഡ് നോക്കുന്നത്, അതോടൊപ്പം തന്നെ അതിന്റെ ക്വാളിറ്റിയും സ്ട്രെങ്ത് ഒക്കെ നോക്കുന്നതാണ് എന്ത്? USP എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ടെമ്പറേച്ചർ ലോഗ് അനുസരിച്ചിട്ട് ഓരോ മെഡിസിൻസിന് എന്തെന്തായിരിക്കും, അതിന്റെ ഏതൊക്കെ രീതിയിലുള്ള ടെമ്പറേച്ചറിലായിരിക്കണം ആ ഒരു മെഡിസിൻസ് അവിടെ സ്റ്റോർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടത്. ഇത്ര ടെമ്പറേച്ചറിനുള്ളിൽ ഇത്ര മണിക്കൂർ ഇത്ര സമയത്ത് മാത്രം നമ്മൾ സൂക്ഷിക്കേണ്ട മരുന്നുകളൊക്കെ ഉണ്ട്. ഓക്കെ. അത് യൂസ് ചെയ്യുമ്പോൾ ഇത്ര സമയം നമ്മൾ ചിലപ്പോൾ ചില മരുന്നുകൾ ഇത്ര സമയം പുറത്ത് വെച്ചിട്ടായിരിക്കണം യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ടെമ്പറേച്ചർ നിലനിർത്തിക്കൊണ്ട് തന്നെ കംപ്ലീറ്റ് ടൈമിൽ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കേണ്ട മരുന്നുകളുണ്ട്. അപ്പൊ അതിലാണ് ടെമ്പറേച്ചർ ലോക്സ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഓരോ മെഡിസിൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ടെമ്പറേച്ചർ വേരിയേഷൻസ് ആണ് ആ ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Then handling problematic drugs, flu vaccine and PPD. ഇനി പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സുകൾ നമ്മളെ റെഫ്രിജറേറ്റർ ഡ്രഗ്സ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. പ്രോബ്ലമാറ്റിക് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? നമ്മുടെ ഫ്ലൂ വാക്സിൻ, നമ്മുടെ ഇൻഫ്ലുവൻസയുടെ വാക്സിൻസ്, അതേപോലെ തന്നെ ഫ്ലൂ വാക്സിൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻഫ്ലുവൻസയുടെ വാക്സിൻസ് ആണ് കേട്ടോ. അതേപോലെ PPD എന്തിനെ സൂചിപ്പിക്കുന്നു? PPD പൾമണറി പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് ആണ് കേട്ടോ. പൾമണറി പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഓക്കെ. PPD TB അല്ല കേട്ടോ, PPD. ഓക്കെ. അപ്പൊ ഇതെല്ലാം പറഞ്ഞാൽ പ്രോബ്ലമാറ്റിക് ഡ്രഗ്സിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഫ്ലൂ വാക്സിനും PPD ഒക്കെ എന്താണ്? പൾമണറി പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് ഒക്കെ വരുന്നത് എന്തിലാണ്? നമ്മളുടെ റെഫ്രിജറേറ്റർ കാറ്റഗറീസിലാണ് ഇതെല്ലാം സ്റ്റോർ ചെയ്തത്. ഓക്കെ, മനസ്സിലായോ ഇത്? അപ്പൊ നിങ്ങൾ ആ തെർമോമീറ്ററിന്റെ ഭാഗം, ആ ഒരു 36 to 46 എന്ന ഭാഗം അനലൈസ് ചെയ്തിട്ടാണ് കേട്ടോ. എത്ര ഫാരൻഹീറ്റ് ആണെന്നുള്ളത്, എത്ര ഡിഗ്രി ഫാരൻഹീറ്റ് ആണെന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. ഇനി ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാലഹരണപ്പെട്ട ഡ്രഗ്സ് അല്ലേ? പ്രൊസീജിയർ ഫോർ ചെക്കിംഗ് RPH+ness. പ്രൊസീജിയർ ഫോർ ചെക്കിംഗ് RPH+ness. RPH എന്ന് പറഞ്ഞാൽ എന്താണ്? RPH registered pharmacist കേട്ടോ. R means registered, then PH means pharmacist. Registered pharmacist plus nurse. അപ്പൊ ഈ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സിന്റെ പ്രൊസീജിയേഴ്സ് ചെക്ക് ചെയ്യുന്നത് ആരായിരിക്കണം ചെക്ക് ചെയ്യേണ്ടത്? രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റോ അല്ലെങ്കിൽ നഴ്സോ ആയിരിക്കണം ആ പ്രൊസീജിയേഴ്സ് ഔട്ട്ഡേറ്റഡ് കാലഹരണപ്പെട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് ആരായിരിക്കും? RPH അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ നഴ്സ് ആയിരിക്കും കേട്ടോ. രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകളാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ? Then cooperation with the vendor pharmacist. Cooperation with the vendor pharmacist. അതായത് ആ ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് അല്ലെങ്കിൽ ആ ഒരു വെണ്ടർ എന്ന് പറഞ്ഞാൽ ആരാ? വെണ്ടർ ഫാർമസിസ്റ്റുകള്. വെണ്ടർ
വെണ്ടർ ഒക്കെ പഠിച്ചിട്ടുണ്ട്, മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഒക്കെ പഠിച്ച സമയത്തൊക്കെ പഠിച്ചിട്ടുണ്ട് വെണ്ടർ ആരാണെന്നൊക്കെ. കച്ചവടക്കാർ, എന്തുമായി ബന്ധപ്പെട്ട കച്ചവടക്കാരാണ്? യെസ്, ഡ്രഗ് സെല്ലിങ്. അതായത് വെണ്ടർ ഫാർമസിസ്റ്റുമായിട്ട് നമ്മൾ എന്താണ് പ്രത്യേകമായിട്ടൊരു സഹകരണം ആവശ്യമാണ്. കാരണം ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകൾ നമുക്ക് നീക്കം ചെയ്യുന്നതിന് പ്രത്യേകമായിട്ടും ഈ അതായത് ഡ്രഗ്സുകൾ സെല് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെ, ആരാ പറയുന്നവരെ നമ്മുടെ റിസപ്ഷനിസ്റ്റുകൾ എന്ന് വേണമെങ്കിൽ പറയാം, മെഡിക്കൽ റിസപ്ഷനിസ്റ്റുകൾ എന്ന് വേണമെങ്കിൽ പറയാം അവരെ. ഓക്കെ, അപ്പൊ അവരുമായിട്ട് നല്ലൊരു കോർപ്പറേഷൻ ഉണ്ടായിരിക്കണം. കാരണം ചില ഡ്രഗ്സുകൾ ചിലപ്പോ ഈ ആപ്ലിക്കേഷനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇത്തരം വെണ്ടർ ഫാർമസിസ്റ്റുകൾക്ക് സഹായിക്കാൻ ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് ചില സമയങ്ങളിൽ അതിന്റെ കാലഹരണവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളിലേക്ക് കുറിച്ചിട്ട് കുറച്ച് ഡിസ്കഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മരുന്നുകളൊക്കെ നീക്കം ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സുകൾ അതിന്റെ പ്രൊസീജിയേഴ്സ് ചെക്ക് ചെയ്യുന്നത് ഒന്ന് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ നഴ്സ് ആയിരിക്കും. പിന്നെ അവരുടെ കൂടെ എന്തായിരിക്കും വെണ്ടർ ഫാർമസിസ്റ്റിന്റെ കോർപ്പറേഷൻ കൂടി ആയിരിക്കും അവരത് നീക്കം ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഡിസ്കണ്ടിന്യൂഡ് ഡ്രഗ്സുകളുടെ സ്റ്റോറേജ് ആണ് കേട്ടോ. ഡിസ്കണ്ടിന്യൂഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്കണ്ടിന്യൂഡ് ഡ്രഗ്സ് നിർത്തലാക്കിയ മരുന്നുകളാണ് അല്ലെ, കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത ഡ്രഗ്സുകൾ. ഓക്കെ, അതിന്റെ ഹാൻഡ്ലിംഗ് എങ്ങനെയാണ്? പ്രൊസീജിയർ ഫോർ ഹാൻഡ്ലിംഗ് കൺട്രോൾ ഡ്രഗ്സ്. പ്രൊസീജിയർ ഫോർ ഹാൻഡ്ലിംഗ് കൺട്രോൾ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയന്ത്രണങ്ങളുള്ള മരുന്നുകളുടെ കൈകാര്യം അതിൽ വരുന്നുണ്ട്. അതായത് നമ്മൾ ആദ്യം ഇത് കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ മരുന്നാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടത് നമ്മൾ എന്ത് നോക്കിയിട്ടാണ് മനസ്സിലാക്കുന്നത്? ഒന്നില്ലെങ്കിൽ അതിന്റെ മാനുഫാക്ചർ ഡേറ്റും എക്സ്പയറി ഡേറ്റും നമ്മൾ നോക്കും അല്ലെ. നോക്കൂല്ലേ, എക്സ്പയറി ഡേറ്റ് നോക്കാറില്ലേ? ഇൻ കേസ് ആ ഒരു മരുന്ന് ഉപയോഗിച്ചതിന് ശേഷം എന്തെങ്കിലും പ്രോബ്ലംസ് സംഭവിച്ചതായിരിക്കും അല്ലെ, ആ മരുന്ന് ഉപയോഗിച്ചതിന് ശേഷം എന്തെങ്കിലും പ്രോബ്ലംസ് സംഭവിച്ചതുണ്ടാവും. അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇത് ORS നിർത്തലാക്കിയതുപോലെ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസ്കണ്ടിന്യൂഡ് ഡ്രഗ്സുകളെ കാറ്റഗറൈസ് ചെയ്യുന്നത് അതിന്റെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? പ്രൊസീജിയർ ഫോർ ഹാൻഡ്ലിംഗ് കൺട്രോൾ ഡ്രഗ്സ്. അതായത് നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യേണ്ട പ്രൊസീജിയർ, കൺട്രോൾഡ് ആയിട്ടുള്ള ഡ്രഗ്സുകളുടെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള പ്രൊസീജിയേഴ്സ്. Then procedure for handling non-control drugs. What is non-control drugs? Non-control drugs എന്താണ്? നിയന്ത്രണാതീതമായിട്ടുള്ള മരുന്ന് കൈകാര്യം അല്ലെ. അതായത് നോൺ കൺട്രോൾഡ് ആയിട്ടുള്ള ഡ്രഗ്സുകൾ എവിടെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്? ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട ഒരു മേഖലയാണ് നോൺ കൺട്രോൾഡ് ഡ്രഗ്സ് ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത്. ആ പ്രൊസീജിയർ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. Then drugs with resident at discharge. Drugs with resident at discharge. എന്താണ് drugs with resident at discharge എന്ന് പറയുന്നത്? എന്ത് മരുന്നുകളാണത്? എന്ത് മരുന്നുകളായിരിക്കും drugs with resident at discharge എന്ന് പറയുന്നത്? ഡിസ്ചാർജ് മെഡിസിൻസ്. ഡിസ്ചാർജ് മെഡിസിൻസ് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട ഡ്രഗ്സുകളാണോ? ആണോ? അല്ല. പിന്നെന്തുകൊണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഇതെല്ലാം പേഷ്യൻസിന്റെ കണ്ടീഷൻസ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത്. അതായത് ചില പേഷ്യൻസിന് എന്താണ് ഈ ഒരു മരുന്ന് ഡിസ്ചാർജിന്റെ ആ ഒരു പർപ്പസിൽ മാത്രമേ എഴുതുള്ളൂ അല്ലെ. ഇതിന്റെ ആ ഒരു പർപ്പസിൽ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലാത്ത സമയത്ത് പിന്നെ അത് പറ്റി നമ്മൾ പറയാറില്ലേ, അത് കഴിഞ്ഞ് നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യരുതെന്ന് പറയില്ലേ ചില മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ. ഡിസ്ചാർജ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസത്തേക്ക് ആയിരിക്കും ചിലപ്പോൾ ആ ഒരു മരുന്ന് നമുക്ക് എഴുതുന്നത്. യെസ്, അത് പിന്നീട് കണ്ടിന്യൂ ചെയ്യേണ്ടെന്ന് വ്യക്തമായിട്ട് അവർ പറയും. ഇൻകേസ് അതേപോലെ പിന്നെയും സിംറ്റംസ് തോന്നിയാൽ പോലും നിങ്ങൾ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യരുതെന്ന് പറയാൻ നിർദ്ദേശിക്കുന്ന കുറച്ച് ഡ്രഗ്സുകളുണ്ട്. ഓക്കെ, അതൊക്കെ ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്, ഡിസ്ചാർജ് മെഡിസിൻസ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡ്രഗ്സ് ബ്രോട്ട് ഇൻടു ദ ഫെസിലിറ്റി വിത്ത് നോ ഓർഡർ. ഡ്രഗ്സ് ബ്രോട്ട് ഇൻടു ദ ഫെസിലിറ്റി വിത്ത് നോ ഓർഡർ. സ്റ്റിറോയിഡ് ശരിയാണ് കേട്ടോ. ഇപ്പൊ ഡിസ്കണ്ടിന്യൂ ഡ്രഗ്സില് ഇപ്പൊ കുട്ടി പറഞ്ഞ കറക്റ്റ് ആണ്. ഡിസ്ചാർജ് മെഡിസിൻസിൽ
അതല്ലാണോ നാം പറഞ്ഞത് സ്റ്റീറോയിഡ് ആണോ? അതെ, പേരെന്താണ്? ശ്രീലക്ഷ്മി. ഓക്കെ, എന്താ അതേ മിസ് ഒരുമിച്ച് പറഞ്ഞതാണോ? രണ്ട് വാക്കുകളായിട്ട് വന്നുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. ശരി, ഇനി എന്താണ്? ഡ്രഗ്സ് brought into the facility with no order. ഇതെന്താണ്? ഡ്രഗ്സ് brought into the facility with no order. അതായത് ഓർഡർ ഇല്ലാതെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്ന മരുന്നുകൾ ഉണ്ടാവും. നമ്മളിപ്പോ ഓർഡർ ചെയ്യാണ്ടും ചില മരുന്നുകൾ കൊണ്ടുവരാറുണ്ട്. അതായത് നമ്മൾ അത് ചിലപ്പോൾ എന്തെങ്കിലും തരത്തില് മിസ്റ്റേക്ക് സംഭവിച്ചു വരുന്ന മരുന്നുകളാണ്. നമ്മൾ ഓർഡർ കൊടുത്തിട്ടില്ല, നമ്മൾ ഹോസ്പിറ്റലിൽ ഓർഡർ കൊടുക്കാതെ തന്നെ ചിലപ്പോൾ എന്താണ് മരുന്നുകൾ അവർ പാക്കേജസ് വെച്ചിട്ട് ചിലപ്പോൾ വിൽക്കളയും അല്ലെ. ആ സിറ്റുവേഷൻസിൽ നമുക്കത് എവിടെയെങ്കിലും എന്താണ് അത് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന മരുന്നുകളുടെ കാറ്റഗറിയിൽ വരുന്നതാണ് കേട്ടോ. നമ്മൾ ഓർഡർ കൊടുക്കാതെ വരുന്ന മരുന്നുകൾ ഉണ്ടാവും. മാറിപ്പോയിട്ട് അല്ലെങ്കിൽ അതിന്റെ സ്ലിപ്പൊക്കെ മാറിപ്പോയൊക്കെ വരുന്ന മെഡിസിൻസ് ഉണ്ടാവും. അതും എന്തിൽ ഉൾപ്പെടുന്നതാണ്? ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടുള്ള ഡ്രഗ്സ്. നമ്മളത് തിരിച്ചു കൊടുക്കുക. അത്തരം മരുന്നുകൾ ആ കമ്പനിക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസങ്ങൾ അത് സ്റ്റോർ ചെയ്ത് വെക്കുമെങ്കിൽ നമ്മൾ എന്താണ് അത് തിരിച്ചു കൊടുക്കുന്നത് ആ ഹോസ്പിറ്റൽ നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല, അത് തിരിച്ചു കൊടുക്കുന്ന മരുന്നുകളുടെ കാറ്റഗറിയിൽ വരുന്നതാണ് കേട്ടോ. യെസ്, അപ്പൊ ഡിസ്കണ്ടിന്യൂ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണോ? ഒന്ന് കൺട്രോൾഡ് ഡ്രഗ്സ് വരുന്നുണ്ട് അതില്, പിന്നെ എന്താണ് നോൺ കൺട്രോൾഡ് ഡ്രഗ്സിന്റെ ഹാൻഡ്ലിംഗ് വരുന്നുണ്ട്, ഡിസ്ചാർജ് മെഡിസിൻസിൽ അതിന്റെ ഡിസ്കണ്ടിന്യൂ ഡ്രഗ്സ് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ എന്താണ് ഓർഡർ കൊടുക്കാതെ വരുന്ന മരുന്നുകളും ഡിസ്കണ്ടിന്യൂ ഡ്രഗ്സിന്റെ കാറ്റഗറിയിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ പിള്ളേരെ? ഇല്ലെങ്കിൽ എല്ലാം പറയൂ, ഉണ്ടെങ്കിൽ എല്ലാം പറയൂ. ഓക്കെ, ആൽവിൻ ആന്റണി, ആൽവിൻ ബോയ് ആണോ ആൺകുട്ടിയാണോ? ചിലവര് പേരിൽ കയറിയിട്ടെ പെൺകുട്ടികളാവാറുണ്ട്. യെസ്, ട്രീറ്റ്മെന്റ് കാർഡ് സ്റ്റോറേജ് ഏതൊക്കെയാണ് കേട്ടോ? കാർഡ് സ്റ്റോറേജ്, ട്രീറ്റ്മെന്റ് കാർഡിൽ സ്റ്റോർ ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? വെയർ കെപ്റ്റ്, നമ്മൾ ആ ഏത് മെഡിസിൻസ് എവിടെ സ്റ്റോർ ചെയ്യണം? ക്ലീൻ, എന്താണ് കാർഡിന്റെ സ്റ്റോറേജ് വളരെ ക്ലീൻഡ് ആയിട്ടുള്ള പ്ലേസിലായിരിക്കണം. പ്രോപ്പർ ലേബൽസ് അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കണം, വ്യക്തമായിട്ടുള്ള ലേബൽസ് ഉണ്ടായിരിക്കണം, എക്സ്പീരിയേഷൻ ഡേറ്റ്സ് ഉണ്ടായിരിക്കണം. അതായത് കാലഹരണപ്പെടുന്ന ഒരു തീയതി കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ട്രീറ്റ്മെന്റ് കാർഡ്സിലെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട് വെയർ കെപ്റ്റ്, അത് എവിടെ ആയിരിക്കണം സൂക്ഷിക്കേണ്ടത്, ഏതൊക്കെ രീതി, പ്രത്യേകിച്ച് വളരെ ക്ലീൻഡ് ആയിട്ടുള്ള പ്ലേസ് ആയിരിക്കണം, പ്രോപ്പർ ലേബിൾ ചെയ്തിട്ടുണ്ടായിരിക്കും, എക്സ്പീരിയേഷൻ ഡേറ്റും കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ഇൻസ്പെക്ഷൻ ഫോംസ്, ഇൻസ്പെക്ഷൻ ഫോംസ് എന്ന് പറയുന്നത് എന്താണ്? പരിശോധനാ ഫോമുകൾ, ഹോസ്പിറ്റൽസിലെ ഡ്രഗ്സിന്റെ പരിശോധനാ ഫോമുകളാണ് അതിൽ ഉൾപ്പെടുന്നത് കേട്ടോ, ഇൻസ്പെക്ഷൻ ഫോംസിൽ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റോറേജ് ഓഫ് മെഡിസിൻസ് ഇൻ പേഷ്യന്റ് റൂം, സ്റ്റോറേജ് ഓഫ് മെഡിസിൻസ് ഇൻ പേഷ്യന്റ് റൂംസ്. എന്താണ് സ്റ്റോറേജ് ഓഫ് മെഡിസിൻസ് ഇൻ പേഷ്യന്റ് റൂംസ്? പേഷ്യൻസിന്റെ മുറിയിൽ സ്റ്റോർ ചെയ്യേണ്ട കുറച്ച് മരുന്നുകളില്ലേ? എല്ലാ മരുന്നുകളും നമുക്ക് പേഷ്യന്റിന്റെ കൂടെ അവരുടെ തൊട്ടടുത്ത് അവരുടെ ടേബിളിന്റെ അടുത്ത് സൂക്ഷിക്കാൻ പറ്റുമോ? എല്ലാ മെഡിസിൻസും നമ്മുടെ പേഷ്യൻസിന്റെ റൂമിൽ വെക്കോ? റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് അവർക്ക് കൊടുക്കേണ്ട മരുന്നുകൾ മാത്രമായിരിക്കും നമ്മൾ അവരുടെ ആ റൂമിലാണെങ്കിലും വാർഡിലാണെങ്കിലും നമ്മളവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് ഓഫ് മെഡിസിൻസ് ഇൻ പേഷ്യൻസ് റൂംസ്, അതായത് പേഷ്യൻസിന്റെ റൂമിൽ സൂക്ഷിക്കേണ്ട മരുന്നുകൾ ഏതൊക്കെയാണ്? അത് ഓരോരുത്തരുടെ കണ്ടീഷൻസ് അനുസരിച്ച് നമ്മൾ ഏത് മരുന്നാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അത് അവരുടെ റൂമിൽ സൂക്ഷിക്കുന്നത് ഏതാണോ അത് മാത്രമേ നമ്മളവിടെ പേഷ്യന്റെ കൂടെ അത് നമ്മളവിടെ സജസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, സ്റ്റോറേജിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏതൊക്കെ രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്? നോൺ ഡ്രഗ്സ് വരുന്നുണ്ട്, അത് ലോക്ക്ഡ് ആയിട്ടുള്ള മരുന്നുകളാണ്. എക്സ്റ്റേണൽ ഡ്രഗ്സും ഇന്റേണൽ ഡ്രഗ്സും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. റെഫ്രിജറേറ്റഡ് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ ഒരു 36 to 46 ഡിഗ്രി ഫാരൻഹീറ്റിൽ വരുന്ന മെഡിസിൻസ് ആണ്. അതിന് പ്രത്യേകമായിട്ടൊരു കൂളിംഗ് ടെമ്പറേച്ചറിൽ നിലനിർത്തുന്ന മരുന്നുകളാണ് അതിൽ ഉൾപ്പെടുന്നത്. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ കാലഹരണപ്പെട്ട മരുന്നുകളാണ്. അത് പ്രധാനമായിട്ടും ചെക്ക് ചെയ്യുന്നത്
ഒരു RPH nurse അല്ലെങ്കിൽ RPH അല്ലെങ്കിൽ registered pharmacist അല്ലെങ്കിൽ nurse ആയിരിക്കും. ആരുടെ സഹായത്തോടു കൂടി കോപ്പറേഷൻ വിത്ത് വെണ്ടർ ഫാർമസിസ്റ്റിന്റെ. ഡിസ്കണ്ടിന്യൂ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മള് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന തരം ഡ്രഗ്സുകളാണ് അല്ലെ. അതായത് നിയന്ത്രണമല്ലാത്ത ഡ്രഗ്സുകളും ഡിസ്ചാർജ് പ്രോസസ്സിന് ശേഷം ഉപയോഗിക്കാൻ പറ്റാത്ത ഡ്രഗ്സുകളും നോ ഓർഡേഴ്സിൽ വരുന്ന ഡ്രഗ്സുകളുമാണ് അതിൽ വരുന്നത്. ഓക്കെ, പിന്നെ കാർഡ് സ്റ്റോറേജിന്റെ അടിസ്ഥാനത്തില് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ലേബിൾസും എക്സ്പയറി ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടും പിന്നെ എന്തൊക്കെ വരുന്നുണ്ട്, ഇൻസ്പെക്ഷൻ ഫോംസും സ്റ്റോറേജ് മെഡിക്കേഷൻസ് ഇൻ പേഷ്യന്റ് ഫോംസ്. ഇത്തരം കാര്യങ്ങളാണ് സ്റ്റോറേജിന്റെ ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. ഇനി നമ്മുടെ ഇൻസ്പെക്ഷൻ ഫോംസുകൾ പ്രത്യേകമായിട്ടൊരു ക്യാബിനറ്റിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. അത് ക്യാബിനറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കബിൾ ആയിട്ടുള്ള കൗണ്ടേഴ്സിലായിരിക്കും ഇൻസ്പെക്ഷൻ ഫോംസുകളും സൂക്ഷിക്കുന്നത്. ഓക്കെ, അതും എന്താണ്, ഈ പല ഡ്രഗ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഫോംസുകളാണ് അല്ലെ. അപ്പൊ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതും പറ്റുന്ന തരത്തിലുള്ള എല്ലാത്തരം ഫോംസുകളും അതിൽ ഉൾപ്പെടുത്തിയിരിക്കും. അപ്പൊ അത് പല രീതിയിലും അതിൽ നിന്ന് അത് അവിടെ നിന്ന് ഒരിക്കലും കാണാതെ അല്ലെങ്കിൽ പ്രിഫറേജ് ആയിട്ടൊന്നും കഷ്ടപ്പെട്ട് പോകാൻ പാടുള്ളതല്ല. അപ്പൊ അതൊക്കെ ഇപ്പോഴും ഇൻസ്പെക്ഷൻ ഫോംസുകൾ അടക്കം വളരെയധികം വളരെയധികം കോൺസെൻട്രേഷനോട് കൂടി തന്നെ ആയിരിക്കും ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി ചോദിക്കട്ടെ, മതിയായോ ഇവിടെ വരെ? കുറച്ചുകൂടി കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിയും. ഇനി നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നുള്ള ഭാഗമൊന്നുമല്ല, സിമ്പിൾ ആണ്. നമുക്കറിയാലോ മാനുഫാക്ചർ ഡേറ്റ് എന്താണ്, എക്സ്പയറി ഡേറ്റ് എന്താണെന്നൊക്കെ അറിയില്ലേ നിങ്ങൾക്ക്? മാനുഫാക്ചർ ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മാനുഫാക്ചറിംഗ് ഡേറ്റ്? ആ ഡ്രഗ് ഉണ്ടാക്കിയ ഒരു സമയം അല്ലെ, മാനുഫാക്ചർ ചെയ്ത ടൈം. എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഡ്രഗ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സമയം അല്ലെ, ആ ഡേറ്റ് കഴിഞ്ഞത്, അത് കാലഹരണപ്പെട്ട തീയതിയാണ് എന്താ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് അല്ലെ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ക്ലാസ് ആ ഡ്രഗ്സ് എന്താണെന്നും ബാച്ച് നമ്പറും പാക്കിങ്ങും പിന്നെ നമ്മുടെ ഇതിന്റെ മോഡൽസുകളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. പാക്കിംഗ് മോഡൽസ് ഒക്കെ ഇങ്ങനെയുള്ള കേട്ടോ. അത് അടുത്ത ക്ലാസ്സിൽ മതിയോ? അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഫോറടിച്ചു എന്താ നമുക്ക് മാനുഫാക്ചർ ഡേറ്റും എക്സ്പയറി ഡേറ്റും ഒന്ന് മാത്രം നോക്കിട്ട് പോവാം. അതെന്റെ ബാക്കി പറയാം. 21 ആയിട്ടുള്ളൂ. അപ്പൊ പ്രൊഡക്ഷൻ ഡേറ്റ് ഓർ മാനുഫാക്ചറിംഗ് ഡേറ്റ്, ഇറ്റ് ഈസ് ദ ഡേറ്റ്, അണ്ടർലൈൻ ചെയ്ത് പോണേ, ഇറ്റ് ഈസ് ദ ഡേറ്റ് when the drug was manufactured. More accurately, it is the date when the batch or lot of cosmetic was produced. എന്താണ് മാനുഫാക്ചർ ഡേറ്റ് എന്ന് പറയുന്നത്? ആ ഒരു ഡ്രഗ് ഉണ്ടാക്കിയ മാനുഫാക്ചർ ചെയ്ത ആ ഒരു സമയമാണ് നമ്മൾ എന്ന് പറയുന്നത് മാനുഫാക്ചർ ഡേറ്റ് എന്ന് പറയുന്നത് അല്ലെ. അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി പറഞ്ഞാൽ നമ്മൾ എന്താണ്, ഇറ്റ്സ് ദ ഡേറ്റ് വെൻ ദ ബാച്ച് ഓഫ് കോസ്മെറ്റിക് വാസ് പ്രൊഡ്യൂസ്ഡ്. ഏത് ബാച്ച് ആണോ അത് പ്രൊഡ്യൂസ് ചെയ്ത ഒരു ടൈമാണ് എന്ത് മാനുഫാക്ചർ ഡേറ്റ് എന്ന് പറയുന്നത്. എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ പാരഗ്രാഫ് ഫുൾ അണ്ടർലൈൻ ചെയ്യണേ. It is the date when the drug expires and should not be used. Expiry date എന്ന് പറഞ്ഞാൽ എന്താണ്? മരുന്ന് കാലഹരണപ്പെട്ട അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റാത്ത ആ ഒരു സമയമാണ്, ആ ഒരു ഡേറ്റ് ആണ് നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്നത് അല്ലെ. ഓക്കെ, മനസ്സിലായോ? എക്സ്പയറി ഡേറ്റും മാനുഫാക്ചർ ഡേറ്റും എന്താണെന്ന്? ശരി, ഇവിടെ കൊടുത്തിട്ടുണ്ട്. The date of manufacturing is also expressed as a month and year. നമ്മളിത് കാണുന്നത് എങ്ങനെയാണ്, മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഇതിന്റെ എക്സാമ്പിൾ കണ്ടുകൂടെ? മാനുഫാക്ചർ ഡേറ്റും കൊടുത്തിട്ടുണ്ടായിരിക്കും, എക്സ്പയറി ഡേറ്റും കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ. യെസ്, മാനുഫാക്ചർ ഡേറ്റ് എന്താണെന്ന് നോക്കി, 20/6/2017 അല്ലെ. എക്സ്പയറി ഡേറ്റ് നോക്കൂ, എത്ര വർഷമാണ് എക്സ്പയറി ഡേറ്റ് കൊടുത്തിരിക്കുന്നത്? 3 വർഷം ഗ്യാപ്പ് ഉണ്ടോ? ഉണ്ടോ? കണ്ടോ, 20/6/2020 അതിന്റെ മരുന്നിന്റെ എക്സ്പയറി ഡേറ്റ് കഴിയാണ് അല്ലെ. ഓക്കെ, യെസ്, അതോടെ ഒരു എക്സാമ്പിൾ പോലെ കൊടുത്തിരിക്കുന്നതാണ്.
അല്ലാതെ ഇവിടെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് എന്താണ് the date of manufacturing is also expressed as month and year. അതായത് നിർമ്മാണ തീയതിയും മാസവും ഇയറൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. The medicines manufactured, ഇപ്പൊ ഒരു എക്സാമ്പിൾ പോലെ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. The medicine manufactured on 1st April and the medicine manufactured on 30th April have the same date of expiry. അപ്പൊ ഏപ്രിൽ 1st അല്ലെങ്കിൽ ഏപ്രിൽ 30നും ഏത് സമയത്തിനുള്ളിൽ, അതായത് ഏപ്രിൽ 1 ഏപ്രിൽ 30 ചെയ്ത ഏത് മരുന്നിന്റെയും കാലാവധി എപ്പോഴായിരിക്കും അതിന്റെ എക്സ്പയറി ഡേറ്റ് പറയുന്നത്? സെയിം ആയിരിക്കോ? ഏപ്രിൽ 1നും 30നും ചെയ്തിരിക്കുന്ന മരുന്ന്, അതായത് രണ്ടിന്റെ ഇടയിലുള്ള ഒരു കാലാവധിയിൽ ചെയ്തിരിക്കുന്ന മരുന്ന് അതിന്റെ എക്സ്പയറി ഡേറ്റ് സെയിം ഡേറ്റ് ആയിരിക്കോ? അതായത് ഏപ്രിൽ 1 നിർമ്മിച്ച മരുന്നിന്റെയും ഏപ്രിൽ 30 നിർമ്മിച്ച മരുന്നിന്റെയും കാലാവധി സെയിം ഡേറ്റ് ഓഫ് എക്സ്പയറി ആയിരിക്കുള്ളൂ. ഓക്കെ, മാസം കറക്റ്റ്, മാസത്തിന് പ്രശ്നമില്ല, ഒരേ മാസം തന്നെയല്ലേ 1st ഏപ്രിലും 30th ഏപ്രിലും തന്നെയല്ലേ കിടക്കുന്നത്, ഒരേ മാസം തന്നെ. പക്ഷെ ഒരേ മാസം വരുന്നതിന്റെ എക്സ്പയറി ഡേറ്റ് എന്തായിരിക്കും? കറക്റ്റ് സെയിം ഡേറ്റിൽ തന്നെ ആയിരിക്കുള്ളൂ വരുന്നത് കേട്ടോ. അതായത് 1 നിർമ്മിച്ച മരുന്നുകളുടെയും 30 നിർമ്മിച്ച മരുന്നുകളുടെയും കാലാവധി പറയുന്നത് സെയിം എക്സ്പയറി ഡേറ്റിൽ തന്നെ ആയിരിക്കും കേട്ടോ. ഓക്കെ, അതായത് 3 വർഷമാണ് ഓരോ മരുന്നിന്റെയും ഷെൽഫ് ആയുസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്പെക്ടിങ് എ ഷെൽഫ് ലൈഫ് ഓഫ് 3 years. The date of expiry is to be predicted as March 2050 for products manufactured in April 2012. അപ്പോ അതായത് ഒരു മരുന്നിന്റെ ഷെൽഫ് കാലാവധി എന്ന് പറയുന്നത് ഡേറ്റ് കാലാവധി എന്ന് പറഞ്ഞാൽ എന്താണ്? 3 വർഷമാണ് അല്ലെ. ഷെൽഫ് കാലാവധി എന്ന് വെച്ചാൽ ഷെൽഫിൽ സൂക്ഷിക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത് 3 വർഷമാണ്. ഓക്കെ, യെസ്. ഇവിടെ പറയുന്നത് എന്താണ്? ടു ബി പ്രിന്റഡ് March 2015 products manufactured in April 2012. അപ്പോ 2012 ഏപ്രിലിൽ നിർമ്മിച്ചിരിക്കുന്ന മരുന്ന് എന്താണ്? കാലാവധി എപ്പോഴായിരിക്കും? 2012 മരുന്നിന്റെ കാലാവധി എന്ന് പറയുമ്പോൾ 13, 14, 15 3 വർഷം വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ എക്സ്പയറി ഡേറ്റ് പറയുന്നത്. അത് ഓരോ മരുന്നിന്റെ കണ്ടൻസ് ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എക്സ്പയറി ഡേറ്റ് ഒക്കെ പറയുന്നത്. അത് കൂടി ശ്രദ്ധിക്കണം. എല്ലാ മരുന്നിനും പറയുന്നില്ല നമ്മള്, മിക്ക ജലമരുന്നുകളുടെ കാറ്റഗറി അനുസരിച്ച് അതിൽ വ്യത്യാസം വരാം കേട്ടോ. എങ്കിലും നമ്മൾ എത്രയും പറയുന്നുണ്ട്? 3 years ആണ് എക്സ്പയറി ഡേറ്റ് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ പിള്ളേരെ? യെസ്. ഓക്കെ, ഇപ്പൊ ഇവിടെ വരെ ഒന്നുകൂടി നന്നായിട്ട് വായിക്കാം. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. Thank you. Thank you. Have a nice day. Okay. ശരി കേട്ടോ.